നമസ്കാരം. ലോകസഭയിൽ രാഹുൽ ഗാന്ധി അഗ്നിവീർ പദ്ധതികളെ കുറ്റം പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അഗ്നിവീർ പദ്ധതിയിൽ മരണം സംഭവിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം ഒന്നും നൽകിയിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പരാമർശിക്കുകയുണ്ടായി. രാഹുലിന്റെ പ്രസ്താവന തള്ളിക്കൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തിയിരുന്നു. അഗ്നിവീരിൽ മരണമടഞ്ഞ കുടുംബത്തിന് 1 കോടി രൂപ നൽകിയെന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. നിലവിൽ പദ്ധതിയിൽ വമ്പൻ നീക്കങ്ങൾ നടത്താനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാകുന്നത് എന്നാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളെല്ലാം കൂടുതൽ നൽകാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. കൂടാതെ കാലാവധി കഴിഞ്ഞ് മറ്റു ജോലിക്ക് ശ്രമിക്കുന്ന അഗ്നിവീറുകൾക്ക് സംവരണം നൽകാനും അവർക്ക് വേണ്ടി കൂടുതൽ സീറ്റുകൾ മാറ്റിവെക്കാനും സർക്കാർ തീരുമാനിക്കുന്നുണ്ട്. CISFലെ കോൺസ്റ്റബിൾമാരുടെ 10% ഒഴിവിൽ 3 അഗ്നിവീറുമാർക്ക് മാറ്റിവെക്കും. CISF ഡയറക്ടർ ജനറൽ നീന സിംഗ് ആണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ അവർക്ക് ഇളവ് നൽകുന്നതായിരിക്കും. പ്രായപരിധിയിലും ഇളവുണ്ടായിരിക്കുമെന്ന് നീന സിംഗ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനുള്ള എല്ലാ നടപടികളും CISF നടത്തി വരികയാണ്. BISF മുൻ അഗ്നിവീർമാർക്ക് 10% സംവരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. BSF ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാളാണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 3 അഗ്നിവീർമാരെ CRPF റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതായി CRF DGP അനീഷ് ദിയാൽ സിംഗ് വ്യക്തമാക്കുന്നുണ്ട്. 3 അഗ്നിവീർമാരെ CRPFൽ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതായി CRPF DGP അനീഷ് ദിയാൽ സിംഗ് വ്യക്തമാക്കുന്നു. അഗ്നിവീർമാരുടെ ആദ്യ ബാച്ചിന് CRPFൽ 5 വർഷത്തെ പ്രായപരിധിയിൽ ഇളവ് നൽകും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം അഗ്നിവീർ പദ്ധതി നിർത്തലാക്കണമെന്ന് പറയുമ്പോഴാണ് കേന്ദ്ര സർക്കാർ അഗ്നിവീർ പദ്ധതിയിൽ ആനുകൂല്യങ്ങൾ കൂടുതലായും സംവരണങ്ങൾ കൂടുതലായും നൽകിക്കൊണ്ടിരിക്കുന്നത്. അഗ്നിപത് യോജന പദ്ധതി പ്രകാരം പരിശീലനത്തിനെത്തുന്നവരുടെ എണ്ണം കൂടും എന്നതും വയസ്സിൽ ഇളവ് നൽകും എന്നതും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഊർജ്ജസ്വലരുടെ സാങ്കേതിക ജ്ഞാനമുള്ളവരുടെയും യുവ സൈനികരെ വാർത്തെടുക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യമെന്നും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും അവസരം നൽകുമെന്നും അതിനുവേണ്ടിയുള്ള എല്ലാ നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നുണ്ട്.